രാഷ്ട്രപതിയെ അപമാനിച്ച സംഭവത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ പ്രധാനമന്ത്രി. ബംഗാൾ സർക്കാർ സർവ്വപരിധികളും ലംഘിച്ചെന്നും ഗോത്രവർഗ പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രപതിയെ അപമാനിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഭാഗമാകാനെത്തിയ ജനങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ തടഞ്ഞിരുന്നു. വേദി മാറ്റിയതും വിവാദമായിരുന്നു. എസ് നന്ദഗോപൻ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. നന്ദൻ പറയൂ. രോഹിണി, പശ്ചിമ ബംഗാളിൽ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡാർജിലിംഗിൽ 9ാമത് അന്താരാഷ്ട്ര സാന്താൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു മുഖ്യാതിഥിയായി എത്തിയത്. എന്നാൽ രാഷ്ട്രപതി എത്തുന്നതിന് മുമ്പ് സർക്കാർ ഇടപെട്ട് വേദി മാറ്റുകയായിരുന്നു. സമ്മേളനം ആദ്യം നിശ്ചയിച്ചിരുന്ന വലിയ മൈതാനത്ത് നിന്നും അവസാന നിമിഷം തിരക്ക് കുറവായ മറ്റൊരു ചെറിയ വേദിയിലേക്ക് മാറ്റാൻ ബംഗാൾ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഈ പഴയ വേദിയിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വമാണ് ഈ വേദി മാറ്റിയത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കപ്പെടുന്നത്. ഇത് രാഷ്ട്രപതിയിൽ ചില അതൃപ്തിയും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി തന്നെ ചില അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന പല സന്തോൾ വിഭാഗക്കാരെയും അധികൃതർ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു എന്നുള്ളതാണ്. രാഷ്ട്രപതി പ്രസംഗിക്കുമ്പോൾ പല കസേരകളും ഒഴിഞ്ഞു കിടന്നതും വലിയ വിവാദമായി. ഒപ്പം തന്നെ സ്വീകരണത്തിലെ പോരായ്മകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരും രാഷ്ട്രപതിയെ എത്തി സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ മമതാ ബാനർജി അവിടെ എത്തിയില്ല. മന്ത്രിമാരും തന്നെ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിലെ അതൃപ്തിയും രാഷ്ട്രപതി തന്നെ നേരിട്ട് വ്യക്തമാക്കി. മമത തന്റെ അനിയത്തിയെ പോലെയാണെന്നും അവർക്ക് തന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ എന്നോ അറിയില്ലെന്നുമായിരുന്നു രാഷ്ട്രപതി പ്രതികരിച്ചത്. കൂടാതെ പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ രൂക്ഷ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാൾ സർക്കാർ എല്ലാ പരിധിയും ലംഘിച്ചെന്നും ഗോത്രവർഗ പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രപതിയെ അപമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ മമതാ ബാനർജി മറുപടിയായി എത്തിയിട്ടുണ്ട്. BJP രാഷ്ട്രപതിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ മറുപടി. ഇന്ന് ഈ പ്രസംഗ വേദിയിൽ തന്നെ രാഷ്ട്രപതി വൈകാരികമായി തന്നെ ഈ വിഷയം ഉന്നയിച്ചത് വളരെ ശ്രദ്ധേയമായി. താനും ബംഗാളിന്റെ മകളാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി ഇക്കാര്യം സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഈ വേദി മാറ്റിയത് എന്നതടക്കം തനിക്ക് അറിയില്ല എന്നുള്ളതും രാഷ്ട്രപതി വ്യക്തമാക്കുകയുണ്ടായി. ആൾക്കാർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്ത് നിന്നും വളരെ ദൂരെയായിട്ടാണ് ഈ പുതിയ വേദി ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള സാന്തോൾ വിഭാഗക്കാർക്ക് അവിടെ എത്തിച്ചേരാൻ വലിയ വിഷമമുണ്ടായി. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതി തന്നെ വേദിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ കൂടുതൽ BJP നേതാക്കളും ഈ വിഷയത്തിൽ മമതാ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.